ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 2 ടയർ കേക്ക് ഡെക്കറേഷനാണ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാനില സ്പോഞ്ച് കേക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഈ ഒരു 2 ടയർ കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. പിന്നെ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാനിതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ വലുത് കാണിച്ചത് 2 kgയുടെയും ചെറുത് 1 kgയുടെയാണ് കേട്ടോ. അപ്പോൾ ടോട്ടൽ 3 kgയുടെ കേക്കാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. 1 kg ഞാൻ ആദ്യം തന്നെ 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി 2 kgയുടെ കേക്ക് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യാം. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന വീഡിയോ മുന്നേ ഞാൻ കുറേ പറഞ്ഞതാണ്, എന്നാലും ഒന്നുകൂടെ പറയാം. ഇത് കട്ട് ചെയ്യുന്ന പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് മുഴുവനായിട്ട് റൗണ്ട് എടുത്തിട്ട് മുഴുവനും ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കണം എവിടേക്കാണ് കട്ട് ചെയ്യേണ്ടത്. അതിന് ശേഷം മാത്രം നമ്മൾ കട്ട് ചെയ്യുന്ന ബ്രെഡ് നൈഫ് ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ. എന്നാൽ കറക്റ്റായിട്ട് നമുക്ക് 3 ലെയേഴ്സായിട്ട് കിട്ടും. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ ആദ്യം നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് കത്തിയുടെ ആ ഒരു അറ്റഭാഗം ഉണ്ടല്ലോ അത് ഉള്ളിലേക്ക് കൊണ്ടുപോകരുത് കേട്ടോ. ആദ്യം മാർക്ക് ചെയ്തതിന് ശേഷം അത് പിന്നീട് ഉള്ളിലേക്ക് കൊണ്ടുപോയി മുഴുവനായിട്ട് അങ്ങ് കട്ട് ചെയ്താൽ കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഒരു ലെയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് രണ്ടാമത്തെ ലെയറും കട്ട് ചെയ്യാം. ടോട്ടൽ 3 ലെയേഴ്സായിട്ടാണ് ഞാൻ ഇതും കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അങ്ങനെ സെക്കൻഡ് ലെയറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു കേക്കാണിത്. അപ്പോൾ ഇനി നമുക്കിത് ഐസിങ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആദ്യം ഞാൻ മുഴുവനായിട്ട് ക്രീം ഒരുമിച്ച് അങ്ങ് എടുക്കുന്നില്ല. ആദ്യം 2 കപ്പ് എടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ ആദ്യം 2 കപ്പ് ക്രീം ബീറ്റ് ചെയ്ത് എല്ലാം കൂടെ ഒരുമിച്ച് ബീറ്റ് ചെയ്താൽ കറക്റ്റായിട്ട് ബീറ്റ് ആയി കിട്ടില്ല കേട്ടോ. കുറേ അധികം ബീറ്റ് ചെയ്യാനുമ്പോൾ അപ്പോൾ പകുതിയൊക്കെ എടുത്തിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. ആദ്യം കേക്ക് ബേസിൽ കുറച്ചൊരു വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് എന്നിട്ട് ഫസ്റ്റ് ലെയർ വെച്ചിട്ട് അതിൻ്റെ മേലെ ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഷുഗർ സിറപ്പ് ഞാൻ എന്നും പറയുന്ന പോലെ തന്നെയാണ്. ആദ്യം ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഷുഗർ സിറപ്പാണ്. അപ്പോൾ ഷുഗർ സിറപ്പിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ 3 kg ആണല്ലോ. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1 kgക്ക് 1/2 കപ്പ് പഞ്ചസാര എന്നുള്ള രീതിയിൽ അങ്ങനെ ആകുമ്പോൾ ഒരു 1.5 കപ്പ് പഞ്ചസാര, അതിലേക്ക് 3/4 കപ്പ് വെള്ളമാണ് 1 kgക്ക് ഞാൻ എടുക്കാറ്. 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 3/4 കപ്പ് വെള്ളം. അപ്പോൾ അതിനനുസരിച്ച് എടുത്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലെയർ ഒന്ന് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മേലെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിന് പകരം വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഗനാഷാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. വൈറ്റ് ചോക്ലേറ്റും അല്ലെങ്കിൽ ഗനാഷൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ അതൊന്ന് ഇങ്ങനെ ഒരു നൈഫ് ഉപയോഗിച്ചിട്ട് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ലെയറും ചെയ്തെടുക്കാം. സെക്കൻഡ് ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ അതിന് ശേഷം നമുക്കതിൻ്റെ മേലെ ക്രീം അപ്ലൈ ചെയ്തിട്ട് വൈറ്റ് ചോക്ലേറ്റും ചേർത്തിട്ട് അങ്ങനെ 3 ലെയേഴ്സും ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് കാണിച്ച വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും. അപ്പോൾ അത് ക്രം കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് കുറച്ചുകൂടെ വിപ്പിംഗ് ക്രീം ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കളർ ചേർക്കുന്നുണ്ട് കേട്ടോ. കളർ ചേർക്കുന്നത് അതിന് നമുക്ക് പുറമേക്കുള്ള ഐസിങ്ങിന് വേണ്ടിയിട്ടാണ്. ഞാൻ 2 കേക്കും ഐസിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കളറിന് വേണ്ടിയിട്ട് ഒരു 2 ഡ്രോപ്പ് പിങ്ക് കളറും അതുപോലെ 1 ഡ്രോപ്പ് റെഡ് കളറും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു മേലേക്കുള്ള ഐസിങ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ എടുത്തിട്ടുള്ള കളറ് ഞാനൊരു ഉദ്ദേശിച്ചൊരു പിങ്ക് കളറുണ്ട്, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 2 ഡ്രോപ്പ് പിങ്കും 1 ഡ്രോപ്പ് റെഡ് കളറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ ക്രം കോട്ടിങ് ചെയ്തെടുത്തിട്ടുള്ള ആദ്യത്തെ 2 kgയുടെ കേക്ക് എടുത്തിട്ട് നമുക്കിതൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. നല്ല ഫിനിഷിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു നമ്മൾ ആ ക്രം കോട്ടിങ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല രീതിയിൽ നമുക്ക് ഫിനിഷിങ് ചെയ്യാൻ പറ്റും. ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ഫിനിഷിങ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ട് മേൽഭാഗവും ഒക്കെ ഒന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന മാക്സിമം അത് ലെവലാക്കി എടുക്കാൻ ശ്രദ്ധിക്കാം. പിന്നെ നമ്മളിത് ക്രം കോട്ടിങ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് സെറ്റായി കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ താഴെയാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ വെക്കാം കേട്ടോ.
അപ്പോൾ നമുക്ക് ഇത് ഫിനിഷിങ് ചെയ്തിട്ട് സെക്കൻഡ് കേക്ക് ഉണ്ടല്ലോ 2 ടയർ കേക്കിൻ്റെ മേലെ വെക്കുന്ന കേക്കും ഇതുപോലെ തന്നെ നമുക്ക് ഐസിങ് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുമ്പോഴേക്ക് കുറേ ലെങ്തി ആവും വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ അത് രണ്ടും ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 10 മിനിറ്റ് വെച്ച് ഒന്ന് സെറ്റായ ശേഷം നമുക്ക് ടയറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം സ്ട്രോ എടുത്തിട്ടുണ്ട്. ഈ സ്ട്രോ നമുക്ക് ഇതിലൊന്ന് കുത്തി കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മേലെ ഈ ഒരു കേക്ക് വരുന്ന സമയത്ത് ഈ താഴത്തെ കേക്കിന് ബാലൻസ് കിട്ടില്ല. അപ്പോൾ ആ ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്ട്രോ വെക്കുന്നത്. അപ്പോൾ ആദ്യം അളന്നെടുക്കുക, അതിലേക്ക് ഇറക്കി വെച്ചിട്ട് അതിനനുസരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് നമ്മുടെ കംഫർട്ടിനനുസരിച്ച് എത്ര എണ്ണം വേണം അത് വെച്ച് കൊടുക്കുക. ഞാൻ 4 എണ്ണം ഇപ്പോൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് നല്ല കട്ടിയുള്ളൊരു സ്ട്രോ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അത് വെച്ച് കൊടുത്താലും മതി. നമുക്ക് നല്ലൊരു സെക്യൂറായി കിട്ടണമെന്നുണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി. അതിപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു വെഡ്ഡിങ് കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിക്ക് ഞാൻ ലാസ്റ്റ് ഷെയർ ചെയ്യാം കേട്ടോ. 3 ടയർ കേക്കാണ്, അത് ഞാൻ ലാസ്റ്റ് ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ 4 സ്ട്രോ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു സ്ക്യൂവറാണ് സെൻറ്ററിൽ വെക്കുന്നത്. അപ്പോൾ വെഡ്ഡിങ് കേക്കിന് ഈ സ്ക്യൂവറിന് പകരമായിട്ട് ഞാൻ ആ പറഞ്ഞിട്ടുള്ള അതേ രീതിയിലുള്ള നല്ല കട്ടിയുള്ള സ്ട്രോ ആണ് വെക്കുന്നത്. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, അതിൻ്റെ പിക്ക് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലെ സ്ക്യൂവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2 എണ്ണം ഒക്കെ വെക്കുന്നുണ്ട് നല്ലൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഇനിയാണ് നമ്മുടെ ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റേജ് വരുന്നത്. ഇതിൻ്റെ മേലെ ഈ രണ്ടാമത്തെ കേക്ക് വെക്കുന്ന ആ ഒരു സ്റ്റേജ്. അപ്പോൾ ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് വിളിക്കുക. ഞാനിവിടെ ഒറ്റക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു പാലറ്റ് നൈഫും സ്ക്രാപ്പറൊക്കെ വെച്ചിട്ടാണ് ഞാനിത് അതിൻ്റെ മേലെ വെക്കുന്നത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒന്ന് പാളിപ്പോയാൽ നിലത്തേക്ക് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ മെല്ലെ അങ്ങ് ആ ഒരു ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് സാവധാനം നൈഫൊക്കെ അങ്ങോട്ട് വലിച്ചെടുക്കുക. അപ്പോൾ ഞാൻ നൈഫ് വലിച്ചെടുക്കുന്ന സമയത്ത് കുറച്ചങ്ങ് ക്രീം ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നീട് നമുക്ക് മെല്ലെ ശ്രദ്ധിച്ചിട്ട് ഐസിങ് ഫിനിഷാക്കി എടുക്കാം. പിന്നെ ഇതിൻ്റെ ആ ഒരു താഴ്ഭാഗത്ത് ഞാനൊരു ഫ്ലവർ വരയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ കൂടുതലായിട്ടൊന്നും ക്ലിയർ ആക്കി എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് കുറച്ച് കട്ടിയിലുള്ള ഗനാഷാണ്. അഥവാ ഒരു കപ്പ് വൈറ്റ് ചോക്ലേറ്റിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ആട്ടോ ചേർത്തിട്ടുള്ള, ഫ്രഷ് ക്രീം ചേർത്താലും മതി. അങ്ങനെ ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഗനാഷാണ്. അതിലേക്ക് ഒരു ഡ്രോപ്പ് റെഡ് കളർ ചേർക്കുന്നുണ്ട്, ജെൽ കളറാട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഡ്രോപ്പ് ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ഡ്രിപ്പിംഗ് എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു ഡ്രോപ്പ് തന്നെ ധാരാളമാണ്, നല്ല കളറായിട്ട് വരും. അപ്പോൾ അതൊന്ന് തണുത്ത ശേഷം നമുക്ക് കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഡ്രിപ്പ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ചുറ്റും ആക്കി കൊടുക്കാം. കുറേശ്ശായിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് മേലത്തെ കേക്കിലും ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ റെഡ് ആക്കിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ വൈറ്റ് തന്നെ കളർ വേണ്ടാന്നുണ്ടെങ്കിൽ വൈറ്റ് തന്നെ ആക്കിയാലും മതി. അപ്പോൾ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്റ്റാർ നോസിൽ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഇതുപോലെ ചെയ്ത ഒരു വയലറ്റ് കളറാണ് കേട്ടോ വിപ്പിംഗ് ക്രീം ഞാൻ ഇതിലേക്ക് ആക്കി എടുത്തിട്ടുള്ളത് ഈ ഫ്ലവറിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ചുറ്റും ഒരു വലിയ സ്റ്റാർ നോസിൽ ഉപയോഗിച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ വരച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ അങ്ങ് ഇങ്ങനെ ആക്കിയിട്ട് അങ്ങ് പ്രസ് ചെയ്ത് അങ്ങോട്ട് വിടുന്ന ആ രീതിയിലുള്ള ആ സെയിം നോസിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഫ്ലവർ വരച്ച് കൊടുത്ത് മുഴുവനായ ശേഷം അതിൻ്റെ മേലെ ബാക്കിയുള്ള ഗനാഷ് കൂടെ നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. താഴേക്ക് വരാത്ത രീതിയിൽ കേട്ടോ, ഈ മേൽഭാഗത്ത് മാത്രം നിൽക്കുന്ന രീതിയിൽ. അല്ലാന്നുണ്ടെങ്കിൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല, താഴേക്ക് മുഴുവനായിട്ട് ഒലിച്ചിറങ്ങിയ ഒരു ഭംഗി ഉണ്ടാവില്ല. ആ മേൽഭാഗത്ത് മാത്രം വരുന്ന രീതിയിൽ ഇതുപോലെ ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നല്ലേ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത്, ഇതൊരു ബർത്ത്ഡേ കേക്കാണ്. അപ്പോൾ ഞാൻ 2 വഫർ ഫ്ലവർ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞാൽ ഇങ്ങനത്തെ ഇതൊക്കെ കിട്ടുമല്ലോ, ബോർഡൊക്കെ. അപ്പോൾ അതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ബർത്ത്ഡേ ഗേൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോർഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ബർത്ത്ഡേ ആയതുകൊണ്ട് സെക്കൻഡ് ബർത്ത്ഡേത്തെ ഇത് ഞാൻ സ്റ്റിക്കിൽ വെച്ചിട്ട് അതും വെച്ച് കൊടുക്കുന്നുണ്ട്.
ഒരു ക്യാൻഡിലാണ് അത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നെയിമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് രീതിയിലും ചെയ്ത്, ഞാനിപ്പോൾ ഒരു ഇത് വെച്ചിട്ടാണ് നെയിം എഴുതി കൊടുത്തിട്ടുള്ളത്, നമ്മുടെ ചോക്ലേറ്റ് മോൾഡിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ വെഡ്ഡിങ് കേക്കിൻ്റെ പിക്കാണ് കേട്ടോ ഇത് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 2 ടയർ കേക്കിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക്